വുഡ് യു മാരി മീയുടെ 10th എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും സെക്രട്ടറിയുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയണമെന്ന് അറിയാതെ ഊച്ചു നിൽക്കുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ചിൻകുങ്ങും സെക്രട്ടറിയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് സെക്രട്ടറിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നേരത്തെ വൂജു അവിടെ നിന്നും ഇറങ്ങിപ്പോയ സമയത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ചിൻകുങ്ങും പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വൂജുവിനെ കാണാതിരുന്നിട്ടുണ്ടായിരുന്ന അവളാകട്ടെ മെറീനെ അവിടെ വെച്ച് കാണുകയും കൂടാതെ മെറിയും മുത്തശ്ശിയും സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ സെക്രട്ടറി കേട്ടു എന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. എനിക്ക് നേരത്തെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരാൾ അത് വൂജു ആണ്. അത് കൂടാതെ വൂജുവും മെറിയും വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഈ ഒരു സത്യമെല്ലാം തന്നെ നീയും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു കാണുമല്ലോ. അങ്ങനെയിരിക്കെ നീ ഇനി എന്താണ് ചെയ്യുവാനായിട്ട് പോകുന്നതെന്ന് ചിനിക്കുക ചോദിക്കുമ്പോഴത്തേക്കും നിലവിൽ അവരുടെ വിവാഹം കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന സമ്മാനമായ ആ ഒരു വീട് ഞങ്ങൾ തിരിച്ചു മേടിക്കുന്നതായിരിക്കും. കൂടാതെ ലീഗലായിട്ടുള്ള നടപടികളും അവർക്കെതിരെ നടത്തുന്നതായിരിക്കുമെന്ന് സെക്രട്ടറി പറയുമ്പോൾ ശരിക്കും എന്തിനാണ് നിങ്ങൾക്ക് ആ വീട് ആവശ്യമായിട്ടുണ്ടായിരുന്നോ സത്യം ഞാനും ഇപ്പോൾ എല്ലാവരും തന്നെ അറിയിക്കുന്നതായിരിക്കുമെന്നാണ് ശരിക്കും പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സെക്രട്ടറിക്ക് ഒരു ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ വീടിന് മുമ്പിലായിട്ട് ചിനിക്കും കാത്തുനിന്ന സമയത്താണ് സിഒയും സെക്രട്ടറിയും മേയറും കൂടി അതുവഴിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ മേയറും ഇതുപോലെ തനിക്ക് ആ ഒരു വീടൊക്കെ ആവശ്യമായിട്ടുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവളുടെ ഡാഷ് ക്യാമിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ആ ഒരു വിഷ്വൽസ് എല്ലാം തന്നെ സെക്രട്ടറിക്കും അവൾ കാണിച്ചു കൊടുക്കുകയാണ്. വൂജുവിനെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നീ വൂജുവിനെതിരായിട്ട് എന്തെങ്കിലും ലീഗലായിട്ടുള്ള നടപടികൾ എടുക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു സത്യങ്ങളെല്ലാം തന്നെ ഞാനും മീഡിയയ്ക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയിരിക്കെ നിങ്ങളുടെ കമ്പനിക്കായിരിക്കും കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാവുക എന്ന് ചിൻകുങ്ങും അറിയിക്കുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോൾ തിരിച്ചു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിഒയും നീ വീടൊക്കെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായെന്ന് സെക്രട്ടറിയോടും ചോദിക്കുന്നു. പക്ഷേ തനിക്കൊരു തെറ്റ് പറ്റിയതാണെന്ന് മാത്രമായിരുന്നു സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ വൂജുവിന്റെ മെറിയുടെയും കാര്യം ഒന്നും തന്നെ പറയുവാനായിട്ടും അവൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഫംഗ്ഷൻ കഴിഞ്ഞിറങ്ങിയ സമയത്ത് നടന്ന മറ്റൊരു കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ സിഒയും അവനെ അറിയിക്കുന്നത്. അതായത് അവിടെ നിന്നും ഇറങ്ങിയ സമയത്തായിരുന്നു ഡേവിഡും കാൽസ് ഹോട്ടലിന്റെ പേരിൽ ഡേവിഡിന്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുന്ന ബൊക്കെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്ന സിഒയും ഡേവിഡ് അതിനിപ്പോൾ കാൽസ് ഹോട്ടലിലൊന്നും അല്ലല്ലോ വർക്ക് ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം അവനെ കണ്ട സമയത്ത് അവനും ഹോട്ടൽ ജോലിയെല്ലാം തന്നെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹോട്ടലിന്റെ പേര് വെച്ച് അവൻ ബൊക്കെ അയച്ചതെന്നൊക്കെ സിഒ ചോദിക്കുമ്പോഴത്തേക്കും അങ്കിളാകട്ടെ അവൻ ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കത് അത്രയ്ക്ക് ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡിനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. എങ്കിൽ പോലും മുത്തശ്ശിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഡേവിഡിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കണമെന്ന് മുത്തശ്ശിയും മുത്തശ്ശിയുടെ സെക്രട്ടറിയുടെ അടുത്തായിട്ട് പറയുന്നു. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന വൂജുവും സെക്രട്ടറി നമ്മളെ വിവാഹം കഴിഞ്ഞതാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എനിക്കും എന്ത് പറയണമെന്ന് അറിയുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവിടെ ചിൻകുങ് എത്തിയത്. ചിൻകുങ്ങിനെ സെക്രട്ടറിനെ അറിയാമായിരുന്നു. സോ ചിൻകുങ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കായിരിക്കും സെക്രട്ടറിയുടെ അടുത്തും സംസാരിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചിൻകുങ് നല്ല രീതിക്ക് തന്നെ ഡീൽ ചെയ്തോളുമെന്ന് വൂജുവും പറയുകയാണ്. നമുക്ക് എന്തായാലും ഉടനെ തന്നെ മുത്തശ്ശിനെ ചെന്ന് കാണണം, എല്ലാ കാര്യങ്ങളും മുത്തശ്ശിനെ അറിയിക്കണമെന്നൊക്കെ അവനും പറയുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് മെറിയുടെ അനീതിയും എത്തിയിട്ടുണ്ടായിരുന്നത്. മെറിയുടെ അനീതി പെട്ടെന്ന് ആ ഒരു വീട്ടിലെ വൂജിനെ കാണുമ്പോഴത്തേക്കും മൊത്തത്തിലൊന്ന് ഞെട്ടുന്നുണ്ട്. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യവും അതുപോലെ തന്നെ അവർ കിസ് ചെയ്യുകയാണെന്നുള്ള കാര്യവും എല്ലാം തന്നെ ഇപ്പോൾ അനീതി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അനീതി അവരെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. പിന്നെ അനീതിയും അവളുടെ വീട്ടിൽ നിൽക്കുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ വൂജുവും പോവുകയാണ്. മുത്തശ്ശി കാൾസ് ഹോട്ടലിലെ ഡേവിഡിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് ഇപ്പോൾ അങ്കിളും ഓർക്കുന്നു. അങ്ങനെയൊക്കെ അങ്കിളും ഇപ്പോൾ മുത്തശ്ശിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാൻ കാൾസ് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഡേവിഡ് കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ജോലി ഉപേക്ഷിച്ചു പോയെന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞത്. കാൾസ് ഹോട്ടലിന്റെ പേരിൽ ഡേവിഡ് തന്നെ ആയിരുന്നു ഫേക്ക് ആയിട്ടുള്ള കോൺട്രാക്ട് ഒക്കെ ഉണ്ടാക്കിയത്. നമ്മളെ ശരിക്കും ഡേവിഡ് ചതിക്കുകയായിരുന്നുവെന്ന് മുത്തശ്ശിയോടായിട്ട് അങ്കിളും പറയുന്നു. എനിക്കിപ്പോൾ തന്നെ കാൾസ് ഹോട്ടലിന്റെ സിഇഒനെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ആകെ ടെൻസ്ഡ് ആകുന്നു. കൂടാതെ മുത്തശ്ശിക്ക് നേരത്തെ തന്നെ അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും മുത്തശ്ശിക്കുണ്ടായിരുന്നു. ഇപ്പോൾ മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് അങ്കിളും. നമ്മളിനി കാൾസ് ഹോട്ടലിനെ കണ്ട് സംസാരിച്ചിട്ടും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരും നമ്മളുമായിട്ടുള്ള ഡീൽ ഒന്നും തന്നെ ഉറപ്പിക്കുവാനായിട്ട് സാധ്യതയില്ല എന്ന് അങ്കിൾ പറയുമ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? ആ ഒരു ഹോട്ടലിനെ വിശ്വസിച്ചുകൊണ്ടല്ലേ നമ്മളും വലിയൊരു ബിൽഡിംഗ് തന്നെ പണിതിട്ടുണ്ടായിരുന്നതെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നു. പക്ഷെ അപ്പോഴാണ് അങ്കിളും ഒരു സത്യമൊക്കെ തുറന്നു പറയുന്നത്. അതായത് കാൾസ് ഹോട്ടലിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ യുഎസിൽ പണിതിട്ടുണ്ടായിരുന്നുവെന്ന് മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം തന്നെ കള്ളമായിരുന്നു. ശരിക്കും യുഎസില് പണിതീരാതെ
കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് നമ്മൾ റെന്റിനെടുത്തു. അതിനുശേഷം കുറച്ച് ഫോട്ടോഷോപ്പും കാര്യങ്ങളും മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഇവിടെ നിന്നും കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു തുക പോലും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു രീതിക്കുള്ള കെട്ടിടവും പണിതിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അങ്കിൾ പറയുന്നത്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ കാൾസ് ഹോട്ടലിന് ഒരുപാട് എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ടല്ലോ. അത്രയും എക്സ്പേർട്സിനെ കൊടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഇവർ യുഎസിൽ ഒരു പ്ലാന്റ് പണിതു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും മുത്തശ്ശിനെ ഫോട്ടോഷോപ്പ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളും അതുപോലെ തന്നെ കുറച്ച് എക്യുപ്മെന്റ്സും മാത്രമായിരുന്നു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു സാധനങ്ങളും പണമൊന്നും കൊടുത്തിട്ട് അവൻ മേടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ട് അവൻ കൃത്യമായി തന്നെ ആ ഒരു പ്ലാന്റിൽ പോയി എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന മുത്തശ്ശിയായിരുന്നു ശരിക്കും ഏറ്റവും വലിയൊരു മണ്ടത്തരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. തയ്യാറാക്കിയ രേഖകളിലുള്ളതെല്ലാം തന്നെ സത്യമായിരുന്നു. കൺസൾട്ടിങ്ങിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് പണമൊക്കെ നഷ്ടപ്പെട്ടില്ലേ? അത് കൂടാതെ ഇപ്പോൾ ഇങ്ങനൊരു പ്ലാന്റ് ഒക്കെ ഉണ്ടാക്കുന്നു എന്ന പേരിലും നിങ്ങൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു 2 കാര്യത്തിലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ബുദ്ധിയാണ്. എന്റെ പോക്കറ്റിലേക്കാണ് ഈ ഒരു പണം എല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നതെന്നാണ് അങ്കിൾ പറയുന്നത്. "നീ ഞങ്ങളുടെ കമ്പനിക്കെതിരായിട്ട് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ഇനി നീ എങ്ങനെയാണ് എന്റെ മകളുടെയും നിന്റെ മകന്റെയും മുഖത്തൊക്കെ നോക്കാനായിട്ട് പോവുക?" എന്ന രീതിക്ക് മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കും, "അല്ലെങ്കിൽ തന്നെ എനിക്ക് അവരെ 2 പേരെയും ആവശ്യമില്ല. നിങ്ങളുടെ പണമായിരുന്നു എനിക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയിരിക്കെ എനിക്കിനി ഒന്നും ആവശ്യമില്ല" എന്ന് പറഞ്ഞുകൊണ്ട് അവനും നിൽക്കുന്നു. ഈ ഒരു സമയത്ത് മുത്തശ്ശിയും അവിടെ കൊഴിഞ്ഞു വീഴുകയാണ്. അതായത് നേരത്തെ മുത്തശ്ശി മെഡിസിൻ എടുക്കുവാനായിട്ട് ശ്രമിച്ച സമയത്ത് കയ്യിൽ നിന്നും മെഡിസിൻസ് താഴെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അതൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്കിളാണ്. പക്ഷെ അങ്കിളാകട്ടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫേക്ക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് അവിടെ വെച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന മുത്തശ്ശിക്കും ഉടനെ തന്നെ മരണമൊക്കെ സംഭവിക്കുന്നതായിരിക്കുമെന്നും അല്ലെങ്കിൽ തന്നെ കമ്പനിയൊക്കെ നഷ്ടത്തിലായെന്ന് മനസ്സിലായിട്ട് ഏതൊരാൾക്കും അറ്റാക്ക് വരുന്നത് പോലെ ഉള്ളൂ ഇതുമെന്നുമൊക്കെയാണ് അവൻ പറയുന്നത്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഫേക്ക് മെഡിസിൻസ് എല്ലാം തന്നെ അവൻ മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള മെഡിസിൻസ് മുത്തശ്ശിയുടെ അടുത്തായിട്ടും അവനിടുന്നു. അതായത് ടെൻഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്ന മുത്തശ്ശി മരുന്ന് കഴിക്കുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് കഴിക്കുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു എന്ന രീതിക്കായിരുന്നു അവനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മുത്തശ്ശി ഹോസ്പിറ്റലിലായെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന മുത്തശ്ശിയുടെ മകളും അതുപോലെ തന്നെ ഉങ്സും ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. ഇതേ സമയത്ത് അവരുടെ ഒപ്പം അങ്കിളും ഉണ്ടായിരുന്നു. പക്ഷെ അങ്കിൾ പ്ലാൻ ചെയ്തതുപോലെ മുത്തശ്ശി മരണപ്പെട്ടു പോയില്ല. അതിന് പകരമായിട്ട് ഇപ്പോൾ കോമയിലാണ് ഉള്ളത്. നിലവിൽ മുത്തശ്ശിക്ക് അസുഖമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സർജറി ഒക്കെ നടത്തുക എന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. മുത്തശ്ശി മരിക്കുവാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി എപ്പോൾ എണീക്കുന്നോ അതുവരെ കാത്തിരിക്കാമെന്ന് മാത്രമേ പറയുവാനായിട്ട് ഡോക്ടർക്കും സാധിക്കുമായിരുന്നുള്ളൂ. മുത്തശ്ശീനെ നന്നായി തന്നെ നോക്കുവാനായിട്ടായിരുന്നു സെക്രട്ടറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും സെക്രട്ടറി അവിടെ ഇല്ലാതെ പോയത് കൊണ്ടാണ് മുത്തശ്ശിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മകളും സെക്രട്ടറിനെ കുറ്റപ്പെടുത്തുന്നു. എന്തായാലും മുത്തശ്ശി കുറെ കാലം കോമയിലൊക്കെ കിടക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്കിൾ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇപ്പോൾ മുത്തശ്ശിയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ കാൾസ് ഹോട്ടലുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുത്തശ്ശി അത് വിശ്വസിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ BQ ക്യാപിറ്റൽ എന്ന പേരിലുള്ള ഒരു കമ്പനി ഇതുപോലെ കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കമ്പനിയിലേക്ക് 30 ബില്യൺ വോണൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. BQ ക്യാപിറ്റൽ അന്വേഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കാൾസ് ഹോട്ടലുമായിട്ട് മുത്തശ്ശിയുടെ കമ്പനിക്ക് ഒരു ബന്ധവും ഇല്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഫേക്ക് ആയിട്ടുള്ള കോൺട്രാക്ടറെ കാണിച്ച് തങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങളും പുറത്തു വന്നിട്ടുള്ളത്. ശരിക്കും നമ്മൾ ആരും തന്നെ മനഃപൂർവ്വമല്ലല്ലോ ഇത് ചെയ്തത്. കാൾസ് ഹോട്ടലിന്റെ പേര് പറഞ്ഞ് ഡേവിഡ് അല്ലേ നമ്മളെ ചതിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡേവിഡിനെ കണ്ടുപിടിക്കുവാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ഉക്സ് ചോദിക്കുമ്പോഴത്തേക്കും ഡേവിഡിനെ കണ്ടുപിടിക്കാനായിട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഡേവിഡും PQ ക്യാപിറ്റലും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മുടെ കമ്പനിനെ കണ്ട് കമ്പനിയോടുള്ള വിശ്വാസമൊക്കെ കാരണമായിരുന്നു BQ ക്യാപിറ്റലും പണം മുടക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ പേരിൽ മാത്രമേ പ്രശ്നം വരികയുള്ളൂ എന്ന രീതിക്ക് അങ്കിളും സംസാരിക്കുന്നു. ശരിക്കും സത്യാവസ്ഥയൊക്കെ പുറത്ത് കൊണ്ടുവരണമെന്ന് വൂചുനും ഓങ്സോനും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്കിൾ അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. BQ ക്യാപിറ്റൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നായിരുന്നു അങ്കിളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വൂചുവിനെ മുത്തശ്ശിയുടെ സെക്രട്ടറിയും കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ന്യൂസിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നീ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. ന്യൂസിൽ പറയുന്നത് മുത്തശ്ശി മനഃപൂർവ്വമായിട്ട് PQ ക്യാപിറ്റലിന്റെ അടുത്ത് നിന്ന് പണമൊക്കെ തട്ടുവാനായിട്ട് ചെയ്ത ഒരു ഫേക്ക് കോൺട്രാക്ട് ആണ് ഇത് എന്നാണ്. പക്ഷേ മുത്തശ്ശി കൊഴിഞ്ഞു വീണ അതേ ദിവസം തന്നെ എന്നോട് ഡേവിഡിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേവിഡ് കാൾസ് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് മുത്തശ്ശി അതുവരെയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. സംശയം തോന്നിയതുകൊണ്ടാണ് ഡേവിഡിനെ കുറിച്ച് അന്വേഷിക്കാനും പറഞ്ഞത്. ഡേവിഡും കാൾസ് ഹോട്ടലുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോൺട്രാക്ട് എല്ലാം തന്നെ ഫേക്ക് ആണെന്നുള്ള കാര്യം മുത്തശ്ശി ഒരിക്കൽ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് സെക്രട്ടറിയും പറയുകയാണ്.
ഇപ്പോൾ മുത്തശ്ശിയുടെ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓർത്തതിനു ശേഷം മുത്തശ്ശിനെ കാണുവാനായിട്ട് വൂചുവും എത്തുന്നു. മുത്തശ്ശിക്കും അങ്കിളിന് ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് അവനും ഓർക്കുന്നത്. മുത്തശ്ശി വിചാരിച്ചതുപോലെ തന്നെ അങ്കിളാണോ എല്ലാത്തിനും പിന്നിലെന്ന സംശയമായിരുന്നു വൂചുവിനുണ്ടായിരുന്നത്. മുത്തശ്ശി മനഃപൂർവ്വമായിട്ട് മറ്റു കമ്പനികളെ ചതിക്കുവാനായിട്ട് പ്ലാൻ ഇട്ടു എന്ന രീതിക്ക് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാരും ഈ ഒരു കമ്പനിക്കെതിരായിട്ടൊക്കെ സംസാരിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരുന്ന വൂചുവിനെ സമാധാനിപ്പിക്കുവാനായിട്ട് ഇപ്പോൾ മെറിയും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വൂജുവിന്റെ മനസ്സിലൂടെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ടാകുമല്ലോ. പക്ഷെ വൂജുവിന് അത് പറയുവാനായിട്ട് ഒരാളില്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം എന്നോട് പറഞ്ഞു. ഞാനും ഒരു ചെവിയിൽ കൂടെ കേട്ടിട്ട് അതെല്ലാം തന്നെ മറ്റു ചെവിയിൽ കൂടെ കളഞ്ഞോളാമെന്നാണ് മെറിയും പറയുന്നത്. അപ്പോൾ മെറിയോട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് മടിയുണ്ടായിരുന്ന വൂജുവിന്റെ അടുത്തായിട്ട് മെറിയും ഒരു പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു. അതിനുശേഷം വൂജുവിനെയും കൊണ്ട് അവളും നടക്കുവാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ നടക്കുന്ന വഴിക്ക് വൂജുവും തനിക്ക് അങ്കിളിന് സംശയമുണ്ടെന്ന് മെറിയോടും പറയുന്നു. അങ്കിളിനെ കുറിച്ചുള്ള സംശയങ്ങളൊന്നും തന്നെ അങ്കിളിനോട് നേരിട്ട് ചോദിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അഥവാ ചോദിക്കുകയാണെങ്കിൽ തന്നെ അങ്കിൾ എന്തെങ്കിലും കള്ളമൊക്കെ പറഞ്ഞ് ഒഴിവാക്കുവാനായിട്ട് നോക്കും. അതുകൊണ്ട് തന്നെ ഈ സത്യങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണം. ശരിക്കും നീ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. അങ്കിൾ നിന്നെ ചതിക്കുവാനായിട്ടാണ് ശ്രമിച്ചത്. അങ്ങനെ ഒരാൾ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. അതിപ്പോൾ അച്ഛന്റെ സ്ഥാനത്തുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് നീ ഇതൊന്നും തന്നെ വെറുതെ വിടുവാനായിട്ട് പാടില്ല എന്ന് മെറിയും അവനോട് പറയുന്നു. അങ്ങനെ മെറിയും അവനെ സമാധാനിപ്പിക്കുവാനായിട്ട് ഹഗ് ചെയ്യുന്നു. ഇനി നമ്മുടെ ജിൻകുങ്ങും അതുവഴിയെ നടന്നു പോയ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഹഗ് ചെയ്ത് നിൽക്കുന്നത് അവളും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവളിപ്പോൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് ആകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് സെക്രട്ടറി കൂടി എത്തുകയാണ്. എന്തായാലും പൂജുവിനും മെറിക്കും എതിരായിട്ട് ഒരു നടപടിക്കും പോകാതിരുന്നതില് ജിൻകുങ് അവന്റെ അടുത്തായിട്ട് നന്ദി പറയുമ്പോഴത്തേക്കും ഇതുവരെയായിട്ടും താൻ ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സെക്രട്ടറി പറയുന്നത്. നിലവില് സിഒയും മേയറും കൂടി വീടിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്ത ആ ഒരു റെക്കോർഡിംഗ് ചിൻകുങ്ങിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. ചിൻകുങ്ങും അത് സെക്രട്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റെക്കോർഡിംഗ് ഒക്കെ സിഒനെ കാണിച്ചിട്ട് സിഒനെയും കൂടി ഭീഷണിപ്പെടുത്തുവാനായിട്ട് ചിൻകുങ് പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഫണ്ടുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണമൊക്കെ സിഒയും നടത്തുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ പണി കിട്ടുമെന്ന് സെക്രട്ടറിയും പറയുന്നു. ശരിക്കും വൂച്ചുവിന് നിന്നെ ഇഷ്ടമില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയിരിക്കെ നീ എന്തിനാണ് വൂച്ചുവിന് വേണ്ടി ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചിൻകുങ്ങിന്റെ അടുത്തായിട്ട് സെക്രട്ടറി ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഒരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകുമെന്നാണ് ചിൻകുങ് പറയുന്നത്. കൂടാതെ നേരത്തെ ചിൻകുങ്ങും സെക്രട്ടറിയോട് സിഒ സംസാരിക്കുന്നതെല്ലാം തന്നെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയിരിക്കെ കുട്ടിക്കാലത്ത് സിഒയ്ക്ക് വേണ്ടി ഒരു എക്സാം ഒക്കെ സെക്രട്ടറി എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിഒയുടെ കൂടെ സെക്രട്ടറിനെ യുഎസിലൊക്കെ വിട്ടിട്ട് സിഒയുടെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേണം നീ എപ്പോഴും നിൽക്കുവാനെന്നും സിഒ ഒക്കെ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും ചിങ്കും കേട്ട് കാണുമല്ലോ. അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ സെക്രട്ടറിക്കും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നിന്നെ ഏത് രീതിക്കാണോ അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു രീതിക്ക് നീയും തിരിച്ച് അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക. അതോടെ ആ ഒരു കാര്യം തീരും. അതല്ലാതെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുവാനായിട്ടൊന്നും പാടില്ല. അതുപോലെ തന്നെ സഹായത്തിന് മേലിൽ നീ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ചെയ്തു കൊടുക്കുവാനും പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയൊരു മണ്ടത്തരമാണ്. ഞാൻ കണ്ടത് വെച്ചാണെങ്കിൽ നിന്റെ സിഒ ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരുത്തനാണ്. പക്ഷെ നീ ആകട്ടെ അതിനേക്കാൾ 100ഓ 1000മോ ഇരട്ടി നല്ലയാളാണ്. കൂടാതെ നിനക്ക് അത്യാവശ്യം ബുദ്ധിയും ബോധവും എല്ലാം തന്നെയുണ്ട്. വേണമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് പുതിയൊരു ജോലിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചും തരാമെന്ന് അവളും പറയുന്നു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സെക്രട്ടറിയും ചിരിക്കുകയാണ്. ഇപ്പോൾ അങ്കിളുടെ സെക്കൻഡ് വൈഫും മകനും കൂടി നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുത്തശ്ശൻ നടത്തിയ കമ്പനിയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കമ്പനിയിലേക്ക് BQ ക്യാപിറ്റൽ എന്ന കമ്പനി ഒരുപാട് പണമൊക്കെ നൽകിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു പണം എല്ലാം തന്നെ സ്വീകരിക്കുവാനായിട്ട് ഫേക്ക് ആയിട്ടുള്ള കോൺട്രാക്ട് ആണ് മുത്തശ്ശി ഉണ്ടാക്കിയതെന്നും അത് കാരണം ഈ ഒരു BQ ക്യാപിറ്റലിന് എത്രത്തോളം പണമാണോ നഷ്ടമായത് ആ ഒരു പണം എല്ലാം തന്നെ മുത്തശ്ശിയുടെ കമ്പനി കൊടുക്കണമെന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ BQ ക്യാപിറ്റൽ എന്നൊരു കമ്പനി പോലും ശരിക്കുമല്ല. സോ ആ ഒരു കമ്പനിയുടെ ശരിക്കുമുള്ള സിഇഒ എന്ന രീതിക്കാണ് ഇപ്പോൾ സെക്കൻഡ് വൈഫിനെ അങ്കിൾ കൊണ്ടുവന്നിട്ടുള്ളത്. BQ ക്യാപിറ്റൽ നൽകിയ പണമൊക്കെ വെച്ചിട്ടാണ് യുഎസിലെ പ്ലാന്റ് ഉണ്ടാക്കിയതെന്നാണ് മുത്തശ്ശിയുടെ അടുത്തായിട്ട് അങ്കിൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ ഒരു പ്ലാന്റോ അല്ലെങ്കിൽ BQ ക്യാപിറ്റൽ പണം കൊടുക്കുകയോ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BQ ക്യാപിറ്റലിനെ ചതിച്ചത് കൊണ്ട് തന്നെ ഇരട്ടിയോളം പണമൊക്കെ തിരികെ കൊടുക്കണമെന്ന ഒരു കണ്ടീഷൻ ആയിരുന്നു കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഏകദേശം മുത്തശ്ശിയുടെ കമ്പനിയുടെ 35% ഷെയർ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ ആയിട്ട് അവളും മാറുന്നതാണ്. കൂടാതെ മുത്തശ്ശിയുടെ കമ്പനിയുടെ മാനേജ്മെന്റ് എല്ലാം തന്നെ നീ കൺട്രോൾ ചെയ്യണമെന്നും അങ്ങനെ കമ്പനി പല പാർട്സ് ഒക്കെ ആക്കുകയാണെങ്കിൽ നമ്മളും കമ്പനി വിളിക്കുന്നതായിരിക്കുമെന്നും ഒക്കെ പറഞ്ഞ് ആ ഒരു പ്ലാനിലായിരുന്നു അങ്കിളും മുന്നോട്ട് പോയത്. അങ്കിളുടെ സെക്കൻഡ് വൈഫും അങ്കിൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. കൂടാതെ ഇപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തത് പ്രകാരം തന്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്ത ആ ഒരു ഡിവോഴ്സിന്റെ ഫോം എല്ലാം തന്നെ സെക്കൻഡ് വൈഫിനെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും സെക്കൻഡ് വൈഫും കൂടുതൽ ഹാപ്പി ആകുന്നു.
ഇപ്പോൾ മാർക്കറ്റിംഗ് ടീമിലെ ആൾക്കാരൻ സംസാരിക്കുകയാണ്. ആകട്ടെ നമ്മുടെ കമ്പനി ഇനി മുതൽ ബിക്യു ക്യാപിറ്റലാണ് നോക്കി നടത്തുവാനായിട്ട് പോകുന്നതെന്നുള്ള ഒരു റൂമറൊക്കെ താൻ കേട്ടിട്ടുണ്ടായിരുന്നുവെന്ന് കൂടെയുള്ളവരെ അറിയിക്കുന്നു. അതേസമയം നമ്മുടെ കമ്പനി അങ്ങനെ പെട്ടെന്നൊന്നും വീണു പോകുന്ന കൂട്ടത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കമ്പനിയിലേക്ക് ഞാൻ വരിക പോലും ഉണ്ടായിരുന്നില്ല. എന്റെ കമ്പനിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഹാൻ പറയുന്നു. ചായും അതിനോട് യോജിക്കുന്നു. എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ചെറുപ്പക്കാരാണ്. നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ മറ്റൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അതേസമയം പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ജോലി കിട്ടുന്ന സാധ്യത കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കമ്പനി നടത്തിയിട്ടുണ്ടായിരുന്ന കോൺട്രാക്ട് ഒക്കെ നോക്കിയിരിക്കുകയാണ് വൂജു. അങ്ങനെയിരിക്കെ ഇത്രയും കാലം മുത്തശ്ശിയായിരുന്നു എല്ലാ കാര്യവും നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രീതിക്കുള്ള ടെൻഷനും തനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ ചുമതലയും തനിക്ക് വന്നതുകൊണ്ട് തന്നെ താനും എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് എന്ന് മെറിയുടെ അടുത്തായിട്ട് പറയുമ്പോഴത്തേക്കും മെറിക്കും ഒരു കമ്പനിയൊക്കെ ഉണ്ടല്ലോ. കമ്പനിയിലാകട്ടെ ഒരേ ഒരാൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. എങ്കിൽ പോലും ഓരോ തവണയും വർക്കൊക്കെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം സ്ട്രെസ് ഒക്കെ താൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് മെറിയും പറയുകയാണ്. എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സാലറി കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവൾക്ക് കൃത്യമായ സാലറി ഒക്കെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്കും ഒരു അഭിമാനമൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയിരിക്കെ എന്നെ കൊണ്ടും ഇതുപോലെ തന്നെ ഈ ഒരു കമ്പനിയൊക്കെ നല്ല രീതിക്ക് നോക്കി നടത്തുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മെറിയും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. നിലവിൽ ബിക്യു ക്യാപിറ്റൽ നമ്മളുടെ കയ്യിൽ നിന്നും പണമൊന്നും മേടിക്കില്ല. അത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ അവരായിരിക്കും ഇനി മുതൽ നമ്മളുടെ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുക. അതിൽ ഞാനും കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അവനും പറയുന്നു. ഇപ്പോൾ അങ്കിളുടെ സെക്കൻഡ് വൈഫും കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വൂച്ചും അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ അകത്ത് സെക്കൻഡ് വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവളുടെ പേര് സിൽവിയ എന്നാണ്. ഇവളാണ് ബിക്യു ക്യാപിറ്റലിന്റെ ഓണർ എന്ന് മെറിയോടും പറയുന്നു. പക്ഷെ ആ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്ന മെറിയും അവളെ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറിയുടെ അനീതിയുടെ മറ്റൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് അവളും. അതായത് മറിയുടെ അനീതി വർക്ക് ചെയ്യുന്ന റെസ്റ്റോറന്റിന്റെ ഓണറാണ് ഇത്. ഇവളുടെ പേര് സിൽവിയ എന്നൊന്നുമല്ല, മറിച്ച് ജെസീക്ക എന്നാണ് എന്ന് മെറിയും പറഞ്ഞു കൊടുക്കുന്നു. ജെ കൺസൾട്ടൻസിയുടെ ഓണറുടെ പേരും ജെസിക്ക എന്നായിരുന്നു എന്ന കാര്യം ഇപ്പോൾ വൂജുവും ഓർക്കുകയാണ്. അങ്ങനെയിരിക്കെ വൂജുവിന് എന്തൊക്കെയോ സംശയം തോന്നുന്നു. ഇപ്പോൾ മെറിയുടെ അനിയത്തിക്ക് ഇതുപോലെ സെക്കൻഡ് വൈഫിന്റെയും അങ്കിളിന്റെയും കൂടി ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതിൽ കാണുന്ന സ്ത്രീയല്ലേ നിന്റെ റെസ്റ്റോറന്റിന്റെ ഒക്കെ ഓണർ എന്ന ഒരു ചോദ്യമൊക്കെ അവളുടെ അടുത്തായിട്ടും ചോദിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ആ ഫോട്ടോയിലുള്ള ആള് ജെസിക്കയാണ്. ജെസിക്ക ഞങ്ങളുടെ റെസ്റ്റോറന്റിന്റെ ഓണറാണ്. കൂടാതെ ആ ഫോട്ടോയിൽ അവളുടെ അടുത്തായിട്ട് നിൽക്കുന്നത് അവളുടെ ഹസ്ബൻഡാണ്. അവരുടെ മകനെ വീട്ടിൽ കൊണ്ടാക്കുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡിന്റെ ഫേസ് ഒക്കെ നന്നായി തന്നെ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെറിയുടെ അനിയത്തിയും ഇരിക്കുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ബോജോനും സത്യങ്ങളെല്ലാം തന്നെ മനസ്സിലാവുകയാണ്. അങ്കിളായിരുന്നു എല്ലാത്തിനും പിന്നിലെന്ന് അവനും അറിയുന്നു. അതായത് ജെസീക്കനെ ഉപയോഗിച്ചുകൊണ്ട് ജെ കൺസൾട്ടൻസി എന്ന പേരിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു കമ്പനിയൊക്കെ ഉണ്ടാക്കി. അതുമൂലം ഫേക്ക് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റും ഉണ്ടാക്കി. അതിനുശേഷം മുത്തശ്ശിയുടെ കയ്യിലെ പണം എല്ലാം തന്നെ തട്ടിയെടുക്കുകയും അതിനോടൊപ്പം തന്നെ കാൾസ് ഹോട്ടലിലെ ഡേവിഡിനെ കൂട്ട് വിളിച്ചതിന് ശേഷം ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള കോൺട്രാക്റ്റും മറ്റുമൊക്കെ ഉണ്ടാക്കുകയും ബിക്യു കമ്പനി കുറേയധികം പണം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന രീതിക്കുള്ള വ്യാജ തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പിന്നിൽ അങ്കിൾ ആയിരുന്നു എന്ന് അവനും ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ അങ്കിളിന് ഒരു സെക്കൻഡ് വൈഫും മകനുമുണ്ട്. അങ്ങനെയിരിക്കെ ആന്റി ഈ ഒരു സത്യങ്ങളൊക്കെ അറിയുമ്പോഴത്തേക്കും ആന്റി ഒരുപാട് വിഷമിക്കുമല്ലോ എന്ന് അവനും ഓർക്കുകയാണ്. ഇപ്പോൾ ആകട്ടെ നമ്മുടെ ഉങ്സുവും അച്ഛന്റെ മേശയൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് അമ്മനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോമൊക്കെ അവനും കാണുകയാണ്. പിറ്റേ ദിവസം ആക്കുമ്പോഴത്തേക്കും കമ്പനിയിലേക്ക് ബിക്യു ക്യാപിറ്റലിന്റെ സിഇഒ ആണ് താനെന്ന് പറഞ്ഞുകൊണ്ട് അങ്കിളിന്റെ സെക്കൻഡ് വൈഫും എത്തുകയാണ്. കൂടാതെ അവിടെ നിന്ന് കാണുന്ന സമയത്ത് അങ്കിളും സെക്കൻഡ് വൈഫും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന രീതിക്കൊക്കെ ആയിരുന്നു അവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമ്പനിയിൽ ഒരുപാട് ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ അവരെല്ലാവരും തന്നെ ഞങ്ങളുടെ കമ്പനിയുടെ ഫുൾ ടൈം എംപ്ലോയീസ് ആണ്. അങ്ങനെയിരിക്കെ പെട്ടെന്ന് ഒരുപാട് പേരെ പിരിച്ചുവിടണമെന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂജ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുകയില്ല എങ്കിൽ നിങ്ങളും എനിക്ക് പെനാൽറ്റി ഒക്കെ നൽകുവാനായിട്ട് തയ്യാറായിക്കോ എന്ന രീതിക്കായിരുന്നു സെക്കൻഡ് വൈഫും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വൂജുനും ഒങ്സോനും സെക്കൻഡ് വൈഫ് പറയുന്ന കാര്യങ്ങളിലോട് ഒട്ടും തന്നെ യോജിപ്പില്ലായിരുന്നെങ്കിൽ പോലും അങ്കിളും അവരോട് മിണ്ടരുത് എന്ന് പറഞ്ഞതിന് ശേഷം സെക്കൻഡ് വൈഫ് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചും കൊടുക്കുന്നു. അങ്കിളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയിക്കില്ലല്ലോ. സോ നമ്മളായിട്ടൊരു അഭിപ്രായം പറയാതെ അങ്കിളിനെ കൊണ്ട് തന്നെ അഭിപ്രായം പറയിക്കണമെന്ന് മെർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രകാരം ഇപ്പോൾ വൂച്ചും എന്താണ് അങ്കിളിന് ചെയ്യുവാനായിട്ട് തോന്നുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്കിളും നമുക്ക് ഈ കമ്പനി വിൽക്കാമെന്ന ഒരു അഭിപ്രായത്തിലായിരുന്നു എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്കിളും സെക്കൻഡ് വൈഫും കൂടി ചേർന്നിട്ട് നമ്മുടെ കമ്പനി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുവാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയിരിക്കെ അവർ ചെയ്ത ഫ്രോഡ് പരിപാടി എല്ലാം തന്നെ തെളിയിക്കുന്ന രീതിക്കുള്ള തെളിവുകളെല്ലാം തന്നെ നമ്മളും ശേഖരിക്കണമെന്ന് വോജോവും മെറിയോട് പറയുന്നു.
ആന്റിയും ഇപ്പോൾ മുത്തശ്ശിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. മുത്തശ്ശിയുടെ അടുത്ത് ആന്റി ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മുത്തശ്ശി കോമയിലൊക്കെ കിടക്കുന്ന സമയത്ത് ആന്റിക്കും ഒരുപാട് കുറ്റബോധം തോന്നുകയാണ്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശി എണീറ്റു എന്നൊരു കാര്യമൊക്കെ ഉങ്സവും ഫോണിലൂടെ സംസാരിക്കുന്നത് ഇപ്പോൾ അങ്കിളും കേൾക്കുകയാണ്. അങ്കിളും ഈ ഒരു കാര്യം സെക്കൻഡ് വൈഫിനെ അറിയിക്കുമ്പോഴത്തേക്കും സെക്കൻഡ് വൈഫും നേഴ്സിന്റെ വേഷമൊക്കെ ഇട്ടതിനു ശേഷം മുത്തശ്ശിനെ കാണുവാനായിട്ടും എത്തുന്നു. മുത്തശ്ശിനെ കൊല്ലുവാനായിട്ടുള്ള മെഡിസിൻ കുത്തിവെക്കുവാനായിട്ടായിരുന്നു അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ബോജവും അവളെ പിടികൂടുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശിക്ക് ഒരു അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ആയിരുന്നു അവരും ഈ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൂജു മുൻകൂട്ടി തന്നെ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു ബെഡിൽ കിടന്നിട്ടുണ്ടായിരുന്നത് മുത്തശ്ശി ആയിരുന്നില്ല, മറിച്ച് മറ്റൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. അങ്ങനെയിരിക്കെ മുത്തശ്ശിനെ അപായപ്പെടുത്തുവാനായിട്ട് അങ്കിൾ വരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അവരും ഇങ്ങനൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്കിൾ വന്നില്ലെങ്കിൽ പോലും സെക്കൻഡ് വൈഫിനെ പിടികൂടുവാനായിട്ട് അവർക്കും സാധിച്ചിരിക്കുകയാണ്. അങ്കിളുടെ കുറ്റങ്ങളൊക്കെ കൈയോടെ പിടിക്കണമെങ്കിൽ അകത്തെ ആരുടെയെങ്കിലും സഹായം വേണമെന്ന് വോച്ചിറ്റുമറിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വോച്ചുവും ഓങ്സോനെ നേരിട്ട് ചെന്ന് കണ്ടിട്ട് അങ്കിളിന് വികോ ക്യാപിറ്റലിന്റെ സിഒയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ ഇപ്പോൾ ഉങ്സൂനെയും അറിയിക്കുകയാണ്. ഉങ്സൂന് നേരത്തെ തന്നെ യുഎസിലുള്ള ഏതോ ഒരു സ്ത്രീയുമായിട്ട് അച്ഛന് ബന്ധമുള്ള കാര്യമെല്ലാം തന്നെ അറിയാമായിരുന്നു. എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും കമ്പനിനെയും മുത്തശ്ശിനെയും അമ്മേനെയും പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് താൻ എന്തും ചെയ്യുന്നതായിരിക്കുമെന്ന് ഉങ്സു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് വൂച്ചിന്റെ പ്ലാൻ പ്രകാരം ഇതുപോലെ മുത്തശ്ശി എണീറ്റു എന്ന ഒരു കാര്യമെല്ലാം തന്നെ അങ്കിളുടെ കേൾക്ക് ഉങ്സു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും വൂച്ചുവിന്റെയും മെറിയുടെയും ആ ഒരു പ്ലാൻ സക്സസ് ആവുകയും പോലീസുകാര് സെക്കൻഡ് വൈഫിനെ പിടിച്ചോണ്ട് പോവുകയും ചെയ്യുന്നു. മുത്തശ്ശിയുടെ പേരിൽ ഒരു കുറ്റവും ഇല്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതായത് മുത്തശ്ശിനെ കൊല്ലുവാനായിട്ടായിരുന്നല്ലോ അങ്കിളുടെ സെക്കൻഡ് വൈഫ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സെക്കൻഡ് വൈഫിനെ പിടികൂടുകയും സെക്കൻഡ് വൈഫിന്റെ ലാപ്ടോപ്പ് ഒക്കെ സെർച്ച് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കും അതിൽ നിന്നും കാർസ് ഹോട്ടലുമായി ബന്ധപ്പെട്ട കുറച്ച് രേഖകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാർസ് ഹോട്ടലിന്റെ പേരും പറഞ്ഞ് ഫേക്ക് കോൺട്രാക്ട് ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തുവെന്ന് ഫേക്ക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും എല്ലാം തന്നെ അങ്കിളുടെ സെക്കൻഡ് വൈഫിന്റെ പ്ലാൻ ആണെന്നുള്ള രീതിക്ക് ഇപ്പോൾ ന്യൂസും വന്നിരിക്കുകയാണ്. സോ എല്ലാവർക്കും വൂജുവിന്റെ കമ്പനിയുടെ അടുത്തുള്ള വിശ്വാസമെല്ലാം തന്നെ തിരികെ കിട്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ എനിക്ക് നമ്മുടെ കമ്പനിയിൽ നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഒരിക്കലും നമ്മുടെ കമ്പനി ഇങ്ങനത്തെ ഒരു ഫേക്ക് കേസിന്റെ പേരിൽ ഒന്നും തന്നെ വീണു പോവുകയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പോലും എന്റെ കൂടെയൊക്കെ ഉള്ള കുറെ ജൂനിയേഴ്സ് ആകട്ടെ അവർ പുതിയ കമ്പനിയിലേക്കുള്ള റെസ്യൂമെ പോലും അയച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓയും ബൂജുവിനോടായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ശരിക്കും വേറൊരു കമ്പനിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഓ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ഹാനും ചായും അവിടെ എത്തിയിട്ട് ഓ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുകയാണ്. എന്തായാലും പിന്നീട് അവർ അതൊക്കെ ഒരു തമാശയായിട്ട് എടുത്ത് വർക്കും ചെയ്യുന്നു. അത് കൂടാതെ നമ്മളുടെ അങ്കിളിനും ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് ടീമിലെ ആൾക്കാരും പറയുകയാണ്. മൊത്തത്തിൽ അവരുടെ കമ്പനിയിൽ അതൊരു സംസാര വിഷയമായിട്ടുണ്ട്. ഇപ്പോൾ വോച്ചുവിനും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വരുന്നു. കാൾസ് ഹോട്ടലിലെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേവിഡുമായിട്ടുള്ള കുറേയധികം ചാറ്റ്സ് ഈ ഒരു അങ്കിളുടെ സെക്കൻഡ് വൈഫിന്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതേസമയം അങ്കിളും സെക്കൻഡ് വൈഫും തമ്മിലുള്ള ഒരു രീതിയിലുള്ള ചാറ്റുകളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പിന്നില് ഈ ഒരു സെക്കൻഡ് വൈഫ് ആണെന്ന് മാത്രമേ നമുക്ക് കണക്കാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും അങ്കിളിനെതിരായിട്ട് തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ഒരു രീതിക്കും അങ്കിളിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല എന്നും പോലീസും അറിയിക്കുകയാണ്. ഇപ്പോൾ അങ്കിളിന്റെ സെക്കൻഡ് വൈഫിന്റെ കുട്ടീനെ നോക്കുന്നത് മെറിയുടെ സിസ്റ്ററാണ്. അങ്ങനെ ഇരിക്കെ മെറിയുടെ സിസ്റ്ററും കുട്ടിക്ക് വേണ്ടി ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും കുട്ടിയും കയ്യിലുണ്ടായിരുന്ന ടോയ്ക്കും ഫുഡൊക്കെ കൊടുക്കുകയാണ്. അത് അവന്റെ ഫേവറേറ്റ് ടോയ് ആണെന്നും പറയുന്നു. ഇപ്പോൾ സെക്കൻഡ് വൈഫിനെ കാണുവാനായിട്ട് അങ്കിളും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ സെക്കൻഡ് വൈഫും നേരത്തെ അങ്കിളുമായിട്ട് സംസാരിച്ച രീതിക്കുള്ള എല്ലാ ചാറ്റുകളും ഇല്ലാതാക്കിയെന്നും കമ്പനിയുമായി ബന്ധപ്പെട്ട് അങ്കിളിന് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്ന രീതിക്ക് ഒരു തെളിവുകളും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നും എല്ലാം തന്നെ അങ്കിളിനോടായിട്ടും പറയുന്നു. ഞാൻ നിലവിൽ ഒരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് 15 വർഷത്തെ ശിക്ഷ കിട്ടുവാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് അയാൾ പറഞ്ഞത്. എങ്കിൽ പോലും ഞാൻ നല്ലൊരു അഡ്വക്കേറ്റിനെയൊക്കെ വെച്ചിട്ട് നിന്നെ എത്രയും വേഗം പുറത്തിറക്കുന്നതായിരിക്കുമെന്ന് അങ്കിൾ പറയുമ്പോഴത്തേക്കും അങ്കിൾ എത്രയും വേഗം ഫസ്റ്റ് വൈഫിനെ ഡിവോഴ്സ് ഒക്കെ ചെയ്തതിനു ശേഷം സെക്കൻഡ് വൈഫിന്റെ കുട്ടീനെയുമായിട്ട് യുഎസിലേക്ക് പോയിട്ട് അവിടെ കുട്ടീനെ വളർത്തിക്കോളുമെന്ന ഒരു വിശ്വാസത്തിന്റെ പേരിലൊക്കെ ആയിരുന്നു സെക്കൻഡ് വൈഫും അങ്കിളിനെതിരായിട്ട് ഒന്നും തന്നെ പറയാതെ അങ്കിളുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നതും. വൂജും ഇപ്പോൾ അങ്കിളിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്കിൾ ശരിക്കും സെക്കൻഡ് വൈഫിനെ കാണുവാനായിട്ട് പോയതല്ലേ? അങ്കിളിന് യുഎസിൽ ഒരു മകനുമുണ്ടല്ലേ? കൂടാതെ അങ്കിളും കൂടി ചേർന്നിട്ടല്ലായിരുന്നോ ജെ കൺസൾട്ടൻസി എന്ന പേപ്പർ കമ്പനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഫണ്ട് എല്ലാം തന്നെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്കിൾ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായി തന്നെ അറിയാം. ഞാനും ഇതെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്നതായിരിക്കുമെന്ന് വൂജുവും പറയുന്നു.
ശരിക്കും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാത്തിനും കാരണക്കാരി അവളായിരുന്നു. അവളുടെ അടുത്തുള്ള കുട്ടി എന്റെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് മാത്രമായിരുന്നു എനിക്കും കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട് മുത്തശ്ശീനെ ചതിക്കുവാനായിട്ട് കൂട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കുട്ടി എന്റേതാണെന്ന് എനിക്ക് തോന്നുന്നേയില്ല. മാത്രമല്ല BQ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കമ്പനിക്ക് അവൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊന്നും തന്നെ എനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്കിളും വൂജുനോട് സംസാരിക്കുന്നു. അതേസമയം വൂജുവും ഇപ്പോൾ ഉങ്സുന്റെ അടുത്ത് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കള്ളമാണെന്നാണ് ഉങ്സു പറയുന്നത്. ഉങ്സുവിന് ഒരു 20 വയസ്സൊക്കെ പ്രായമുണ്ടായിരുന്ന സമയത്ത് അച്ഛൻ ഇതുപോലെ സ്ഥിരമായിട്ട് ഫോൺ കോൾസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംശയം തോന്നിയ ഞാനും അച്ഛന്റെ കാറിലെ ഡാഷ് ക്യാം ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ് ഇതേന്ന് പറഞ്ഞിട്ടായിരുന്നു ഉങ്സു ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ വൂജുവിന് കൊടുക്കുന്നത്. അതെല്ലാം തന്നെ കേട്ടു നോക്കിയിട്ടുണ്ടായിരുന്ന വൂജുവിനും അങ്കിൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സെക്കൻഡ് വൈഫിന്റെ അടുത്ത് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. അതല്ലാതെ സെക്കൻഡ് വൈഫ് ഭീഷണിപ്പെടുത്തുന്ന രീതിക്കുള്ള ഒരു മറുപടിയൊന്നും ആയിരുന്നില്ല അങ്കിളുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ഒരിക്കലും അങ്കിളിനെതിരായിട്ട് തെളിവുണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ അവനും ഇപ്പോൾ സെക്കൻഡ് വൈഫിനെ കാണുവാനായിട്ട് പോകുന്നു. നിങ്ങൾ എന്തിനാണ് എന്റെ മുത്തശ്ശിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചത്? നിങ്ങളും അങ്കിളും തമ്മിലുള്ള ബന്ധമൊക്കെ മുത്തശ്ശി അറിഞ്ഞത് കൊണ്ടാണോ എന്നൊരു ചോദ്യം പൂജ ചോദിക്കുമ്പോഴത്തേക്കും സെക്കൻഡ് വൈഫും തനിക്ക് അങ്കിളിനെ അറിയുകയില്ല എന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ അങ്കിളിനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അങ്കിളും സെക്കൻഡ് വൈഫിനെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നതെന്നും സെക്കൻഡ് വൈഫിന്റെ കയ്യിലുള്ള കുട്ടി തന്റേതാണെന്ന് പോലും തനിക്ക് തോന്നുന്നില്ല എന്നുമെല്ലാം തന്നെ അങ്കിൾ ബൂജുവിന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബൂജുവും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതും അവളെ കേൾപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്? ആ ഒരു വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞിനെയും ഉപേക്ഷിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇനിയും അവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ബൂജുവും അവളുടെ അടുത്തായിട്ട് ചോദിക്കുന്നു. ഇപ്പോൾ അങ്കിളുടെ സെക്കൻഡ് വൈഫ് സത്യങ്ങളൊക്കെ പറയുവാനായിട്ട് തയ്യാറായിരുന്നു. തന്റെ കുഞ്ഞിന്റെ സേഫ്റ്റി മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. അങ്ങനെയിരിക്കെ തന്റെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് എന്നും അതെവിടെയാണ് വെച്ചിട്ടുള്ളതെന്നും വൂജുവിന്റെ അടുത്തായിട്ടും അവൾ പറയുന്നു. അതേപോലെ തന്നെ നിനക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. നീ എന്നെ രക്ഷപ്പെടുത്തിയേ മതിയാകൂ. ഞാൻ കമ്പനിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ മാത്രമേ ഇല്ലാതാക്കിയിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ ചേർന്ന് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളുടെയും തെളിവുകൾ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് എന്ന് സെക്കൻഡ് വൈഫും അങ്കിളുടെ അടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്കിളും അതൊക്കെ ഓർത്തിട്ട് ഇപ്പോൾ അത് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ അന്വേഷിച്ചു പോവുകയാണ്. അങ്കിളും സെക്കൻഡ് വൈഫ് താമസിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിലൊക്കെ പോയിട്ട് മൊത്തത്തിൽ അരിച്ചു പെറുക്കി നോക്കുന്നു. പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരു തെളിവുകളും കണ്ടെത്തുവാനായിട്ട് അങ്കിളിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അങ്കിൾ പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു അവിടെ അങ്കിളുടെ മകന്റെ ടോയ് കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും അങ്കിൾ മേടിച്ചു കൊടുത്ത ടോയ് ആയിരുന്നു. കൂടാതെ അവൻ എവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു ടോയുമായിട്ടായിരിക്കും നടക്കുക. സോ സംശയം തോന്നിയിട്ടുണ്ടായിരുന്ന അങ്കിളും ഇപ്പോൾ അതൊക്കെ തുറന്നു നോക്കുകയാണ്. അതിന്റെ അകത്ത് നിന്നും അങ്കിളിന് പഴയൊരു ഫോണും അതുപോലെ തന്നെ ഒരു പെൻ ഡ്രൈവും കിട്ടുന്നു. അതിലാകട്ടെ അങ്കിൾ പണ്ട് മുതൽ അയച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മെസ്സേജസും ഉണ്ടായിരുന്നു. സോ അതിലെ ഒരു മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്ന അങ്കിളും ഇപ്പോൾ പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. അതായത് ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് വൂജുന് ആക്സിഡന്റ് ഒക്കെ ഉണ്ടായായിരുന്നല്ലോ. ആ ഒരു സമയത്ത് അങ്കിൾ പറഞ്ഞിട്ട് സെക്കൻഡ് വൈഫ് ആയിരുന്നു ആക്സിഡന്റ് ഉണ്ടാക്കിയത്. സെക്കൻഡ് വൈഫ് മനഃപൂർവ്വമായി തന്നെ വൂജുന്റെ ഫാമിലിനെ അപകടപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചതായിരുന്നു. കൂടാതെ അവർ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അങ്കിളിന് മെസ്സേജും അയച്ചു. ആ ഒരു മെസ്സേജ് പോലും ഇപ്പോൾ ഫോണിലുണ്ടായിരുന്നു. അതുകൂടാതെ അങ്കിളും പെൻഡ്രൈവ് ഒക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്താകട്ടെ ഒരുപാട് വോയിസ് ക്ലിപ്സ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു അങ്കിളും സെക്കൻഡ് വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചെല്ലാം തന്നെ പൂജുവിന്റെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പൂജുവിന്റെ അച്ഛനെ എത്രയും വേഗം കൊല്ലണമെന്നുമുള്ള ഒരു പ്ലാനൊക്കെ ശരിക്കും അങ്കിൾ തന്നെ ആയിരുന്നു സെക്കൻഡ് വൈഫിന്റെ അടുത്ത് പറഞ്ഞത്. അതിന്റെ റെക്കോർഡിങ്ങും അവൻ കേട്ടു നോക്കുന്നു. ഇനി തന്നെ ആർക്കും പിടികൂടുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അങ്കിളും പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് അവിടെ വൂജു നിൽപ്പുണ്ടായിരുന്നു എന്ന കാര്യം അങ്കിളും മനസ്സിലാക്കുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.